ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാഷ്ട്രപതിക്ക് അയച്ച കത്തിലാണ് ഈ ആവശ്യം. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി P. പ്രസാദ് 24നോട് പറഞ്ഞു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തിന് മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആവശ്യം ന്യായീകരിച്ച് ഗവർണർ രംഗത്ത് വന്നെങ്കിലും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറല്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടിയുടെ രാജ്യസഭാകക്ഷി നേതാവ് P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്നാണ് പാർട്ടി നിലപാടെന്ന് നേതൃത്വവും വ്യക്തമാക്കി. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. രാജ്ഭവനിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. വിവാദത്തിൽ രാജ്ഭവനിൽ നിന്ന് പുതിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. അതേസമയം ഭാരതാംബ ഫോട്ടോ വിവാദം രാജ്ഭവന് പുറത്തേക്കും. ഗവർണർ പങ്കെടുത്ത രാജീവ് ഗാന്ധി സയൻസ് ആൻഡ് ബയോടെക്നോളജിയിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രവും. വിജ്ഞാന ഭാരതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനിൽ നടന്ന പരിപാടി കൃഷിമന്ത്രി ബഹിഷ്കരിച്ചതിൽ പ്രതികരണത്തിന് തയ്യാറായില്ല. ബക്രീദ് അവധിയിലെ ആശയക്കുഴപ്പത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സർക്കാർ നിലപാടെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. എല്ലാത്തിലും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുകയാണ് UDF എന്ന് CPM ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പുതിയ ചർച്ചയാവുകയാണ് അവധി വിവാദം. ഒഴിവാക്കാമായിരുന്ന ആശയക്കുഴപ്പം വിവാദത്തിലെത്തിച്ചത് സംസ്ഥാന സർക്കാരാണ്. ബക്രീദ് അവധി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് ബക്രീദ് എന്ന് മതപണ്ഡിതർ അറിയിച്ചിട്ട് ദിവസം 10 കഴിഞ്ഞു. അവസാന മണിക്കൂറിൽ വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി സർക്കാർ അറിയിപ്പ്. ഇതോടെ ആശയക്കുഴപ്പം ശക്തമായി. രാത്രിയായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയെന്ന പ്രഖ്യാപനമെത്തി. പൊതു അവധി റദ്ദാക്കിയതിൽ മാറ്റവുമില്ല. ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷം വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജും CPIM നേതാക്കളും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഓരോന്നിൻ്റെയും മെല്ലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വേഷാണു. വിവാദം അനാവശ്യമായി വരുത്തിവെച്ചതെന്ന ചിന്തയാണ് നിരവധി ഇടതു നേതാക്കൾക്ക്. വീഴ്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്നത് പൊതുഭരണ വകുപ്പിനെയും. പ്രതിപക്ഷമാകട്ടെ വീണുകിട്ടിയ അവസരമായാണ് അവധി വിവാദത്തെ കാണുന്നത്. 24 നിലമ്പൂർ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എന്നാൽ അറസ്റ്റിലായ RCB മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സോസലയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സ്ഥാനത്തു നിന്ന് നീക്കി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സോസാലെ
ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യുടെ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു, കിരൺ സുമന്ത് എന്നിവരെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തങ്ങളുടെ മേലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റിലായ നിഖിൽ സോസാലയും ഇതേ ആവശ്യവുമായി കോടതിയിലെത്തി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ആവശ്യപ്രകാരമാണ് തങ്ങളുടെ അറസ്റ്റെന്നായിരുന്നു ഇരുകൂട്ടരുടെയും വാദം. ഇടക്കാല ഉത്തരവിലൂടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ പരിധി വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്ന ജൂൺ 16 വരെയാണ് അറസ്റ്റ് നടന്നത്. നിഖിൽ സോസാലയുടെ ഹർജി പരിഗണിച്ച കോടതി ആവശ്യം ഉടനടി അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഡോക്ടർ K. ഗോവിന്ദരാജുവിനെ നീക്കി. RCBയുടെ ആഘോഷ ചടങ്ങുകൾ നടത്താൻ തിടുക്കം കൂട്ടിയത് K. ഗോവിന്ദരാജുവാണെന്നാണ് സൂചന. ഇതിനിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചിന്നസ്വാമി സ്റ്റേഡിയം സന്ദർശിച്ചു. വിമർശനങ്ങൾക്കപ്പുറം അറസ്റ്റിലേക്ക് കടന്നതോടെ സർക്കാരിനെതിരെ തിരിയുകയാണ് RCBയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞത്. ഇത് ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ബംഗളൂരു. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരണ വിഷയമായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക. UDF കാലത്ത് പെൻഷൻ കുടിശ്ശിക തീർത്തതിന് തെളിവ് ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്തെത്തി. സമയത്ത് പെൻഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ തരക്കേടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. ചില ക്ഷേമ പെൻഷനിൽ മാത്രമാണ് കുടിശ്ശിക ഉള്ളത് എന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതിരോധം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ പരാമർശമാണ് പെൻഷൻ വിഷയം നിലമ്പൂരിൽ പ്രധാന വിഷയമാകാൻ കാരണം. വികസന ക്ഷേമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ പറ്റിയ അവസരമായി കണ്ട CPM നേതൃത്വം UDF കാലത്തെ കുടിശ്ശികയുടെ കണക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. പെൻഷൻ വിഷയത്തിൽ ബഹുജന സംഘടനകൾ രംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് CPMന്റെ രാഷ്ട്രീയ നീക്കം. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, ഈ പെൻഷൻ നേരത്തിന് കൊടുക്കാത്തതിൽ റെക്കോർഡിട്ട് അവർ ഭരണം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇത് ഒരിക്കലും കൊടുക്കില്ല. അധികാരം വിട്ടൊഴിഞ്ഞു പോയ ഇതിനു മുമ്പുള്ള UDF ഗവൺമെന്റ് 18 മാസക്കാലത്തെ പെൻഷനാണ് കൊടുക്കേണ്ടിരുന്നത്. 18 മാസം. ഇടതുകാലത്തെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രത്യാക്രമണം. മറ്റു വിഷയങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പരാമർശം ആളിക്കത്തിക്കാൻ നോക്കുന്നതെന്നും ഐക്യമുന്നണി നേതൃത്വം തിരിച്ചടിക്കുന്നു. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന UDF വാദത്തെ പ്രതിരോധിക്കാൻ LDF സ്ഥാനാർത്ഥിയും ശക്തമായി രംഗത്തുണ്ട്. UDFന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. 2014 സെപ്റ്റംബർ മുതൽ കുടിശ്ശികയായിരുന്ന പെൻഷൻ തുക വിതരണം ചെയ്തതിന് തെളിവ് കാണിക്കാൻ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. 2014 ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് തപാൽ വഴി വിതരണം ചെയ്ത പെൻഷൻ എത്ര പേർക്ക് കിട്ടിയെന്നതിന് തെളിവുണ്ടോ എന്നും ഐസക് ചോദിക്കുന്നു. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ധനസഹായം അഭ്യർത്ഥിച്ച് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. സംഭാവന ധാർമ്മിക പിന്തുണയായി കാണുമെന്നും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഇടതുപാളയത്തെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭ ഇടതു കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ PV അൻവറിനൊപ്പം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്രൗഡ് ഫണ്ടിംഗ് ആണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ അഭ്യർത്ഥന. സത്യവാങ്മൂലത്തിൽ കാണിച്ചതുപോലെ 52 കോടിയുടെ സ്വത്തുവകകളുണ്ടെങ്കിലും ഒരു ഭൂമി പോലും വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പിണറായി സ്ഥിതിനെതിരെ പോരാടി സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും അൻവർ. ഇപ്പോൾ തൃണമൂലിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ടൊരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവരുടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ചു. ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടതുപാളയത്തെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭ ഇടത് കൗൺസിലർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. JDS ദേശീയ കൗൺസിൽ അംഗം ഇസ്മായിൽ എരഞ്ഞിക്കലാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് PV അൻവറും ഉയർത്തി കാണിക്കുന്നത്.
അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇന്ന് നമ്മൾ 10 മണിയോടുകൂടി പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഭാരവാഹികളും പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീം ഇന്നു മുതൽ അൻവറിൻ്റെ കൂടെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. JDS-ലെ ഒരു വിഭാഗം ഭാരവാഹികളും TMC-യിൽ ചേർന്നു. മഹുവ മൊയ്ത്ര അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാനാണ് അൻവർ ക്യാമ്പിന്റെ ശ്രമം. ടീം 24 നിലമ്പൂർ. തെന്നല ഇനി ഓർമ്മകളിൽ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട. നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചിച്ചു. കോൺഗ്രസിലെ സൗമ്യനായ നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, K മുരളീധരൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, റോഷി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ തെന്നലയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെല്ലാം മാതൃകയാണ്. കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ, ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ തെന്നല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മാതൃകയാണ് എൻ്റെ അഭിപ്രായം. തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാന്യനായ ഒരു നേതാവിനെയാണ് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ ജനകീയ മുഖമായിരുന്നു തെന്നലയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൃതദേഹം നാളെ രാവിലെ 10:30 മുതൽ KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദിരാഭവനിൽ അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. 24 തിരുവനന്തപുരം. ബലിപ്പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ. പുത്തൻ പുടവകളും അത്തറുമൊക്കെ വാങ്ങാൻ കടകളിൽ തിരക്കേറുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളികളും ഒരുങ്ങി. ഗൾഫ് നാടുകൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. UAE-ലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബലിപെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. പുതിയ വസ്ത്രങ്ങളണിഞ്ഞും മൈലാഞ്ചിയിട്ടും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും കുടുംബത്തോടെ എത്തുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്ക്. പുത്തൻ മോഡലുകളുമായി വസ്ത്രാലയങ്ങൾക്കൊപ്പം ആഭരണശാലകളും ചെരുപ്പുകടകളും അത്തറുകടകളും സജീവം. ഷറായി പോകുന്നു. എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും മാതിരി തന്നെ പർച്ചേസിങ്ങിലാണ്. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാം കിട്ടും, അതാണ് ഒരു പ്രത്യേകത. ഷർട്ട്, പാന്റ്, ചുരിദാർ, പർദ്ദ, സാരി തുടങ്ങി എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ബിരിയാണി ഉണ്ടാക്കണം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഡ്രസ്സ് കുറേ വാങ്ങിയിട്ടുണ്ട്, മക്കൾക്കുള്ള ഡ്രസ്സ് വാങ്ങും. വിവിധ വർണ്ണങ്ങളിൽ കൗതുകം ഉണർത്തുന്ന ശേഖരമാണ് കുട്ടികൾക്കുള്ളത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ ഇമാമുമാർ നേതൃത്വം നൽകും. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ്. ബലികർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും തകർത്തി. കോഴിക്കോട് നിന്ന് ഷിജു ചവർക്കൊപ്പം സമീസ് മുഹമ്മദ്, 24. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. തീർത്ഥാടകർ മിനായിലെ തമ്പുകളിൽ തിരിച്ചെത്തി. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണിന്ന്. ഇന്നലെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു. ഇന്നലെ മുസ്ദലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളാണ് ജംറയിൽ എറിയുന്നത്. 3 ജംറകളിൽ ജംറത്തുൽ അഖബ എന്ന വലിയ ജംറയിൽ മാത്രമാണ് ഇന്ന് കല്ലേറ് കർമ്മം നിർവഹിക്കുന്നത്. പ്രധാന കർമ്മമായ അറഫ സംഗമം ഉൾപ്പെടെ ഇതുവരെയുള്ള കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ. കനത്ത ചൂടിലും ഹാജിമാർ വളരെ സന്തോഷത്തോടു കൂടി പാപപൊറുക്കലിന് തേടുന്ന ദുആയിൽ വെയിലിനെ വകവയ്ക്കാതെ ടെന്റുകളിൽ നിന്ന് പുറത്തിറങ്ങിയും മറ്റും വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയിലുമാണ്
ഒരു നവജാത ശിശുവിനെ പോലെ പാപമുക്തി നേടി. ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന്. ജംറയെ കല്ലെറിയുക, മക്കയിൽ പോയി ഹജ്ജിന്റെ തവാഫ് ചെയ്യുക, ബലി നൽകുക, മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഇന്നാണ് നിർവഹിക്കുന്നത്. കൂടാതെ പുരുഷന്മാർ ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ഹജ്ജിന്റെ തൽബിയത്തിന് പകരം പെരുന്നാളിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി തുടങ്ങി. നാളെ മുതൽ 3 ദിവസം തീർത്ഥാടകർ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊല്ലം കടക്കലിൽ 44-കാരൻ മരിച്ചത് പേവിഷബാധയെ തുടർന്ന് എന്ന് സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ്. കടക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജുവാണ് ചൊവ്വാഴ്ച മരിച്ചത്. പ്രദേശത്ത് പ്രതിരോധ കുത്തിവയ്പ് വ്യാപകമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ചൊവ്വാഴ്ച രാവിലെയാണ് ബൈജുവിനെ ശ്വാസം മുട്ടലും മറ്റ് അസ്വസ്ഥതകളുമായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും ബൈജു ചികിത്സ തേടിയില്ല. രാത്രിയോടെ ശ്വാസം മുട്ടൽ രൂക്ഷമായി. വീണ്ടും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. 6 മാസം മുന്നേ ബൈജുവിനെ തെരുവുനായ കാലിൽ നക്കിയിരുന്നതായി ബന്ധുക്കൾ ആശുപത്രി അധികൃതരെ അറിയിച്ചു. ഇതോടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വിശദമായ പരിശോധനയിലൂടെ പേവിഷബാധയാണ് മരണകാരണമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ കടക്കൽ താലൂക്ക് ആശുപത്രി അധികൃതരെ അറിയിച്ചു. ബൈജുവുമായി സമ്പർക്കം പുലർത്തിയവർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബൈജു മരിച്ച ദിവസം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരുന്നു. 24 കൊട്ടാരക്കര. പാകിസ്ഥാനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ. പാകിസ്ഥാൻ മാനവികതയ്ക്കെതിരാണെന്നും കശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെത്തിയത്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി 1 മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്ന് ഖത്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മാനവികതയുടെ എതിർപക്ഷത്താണ് പാകിസ്ഥാൻ. ഭീകരത പടർത്താനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കുകയുമാണ് പാക് ശ്രമമെന്നും പ്രധാനമന്ത്രി. हमारे पड़ोस का देश मानवता का विरोधी वो ऐसा देश है. പാക് ഭീകരർക്കും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിന്റെ വികസനം മുടങ്ങില്ലെന്നും മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും മോദി. नरेंद्र मोदी का वायदा है, मैं यहाँ विकास को रुकने नहीं दूंगा. यहाँ के नौजवानों को सपने पूरा करने से कोई भी बाधा. ജമ്മു കാശ്മീരിൽ 46,000 കോടിയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. പാക് ഷെൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഷെല്ലാക്രമണത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ജമ്മു കാശ്മീരിന്റെ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് പാലവും കേബിൾ പാലവും രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ പാതയ്ക്കും തുടക്കം കുറിച്ചു. കശ്മീരിൽ വികസനത്തിന്റെ പുതുയുഗമെന്ന് പ്രധാനമന്ത്രി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബിലേത്. ജമ്മു കശ്മീരിലെ താപനില വ്യതിയാനങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണം. ഈഫൽ ടവറിനെയും കുത്തബ് മീനാറിനേക്കാളും ഉയരം. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാം. 260 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ ചെറുക്കാനുള്ള ശേഷി ഉൾപ്പെടെ ഒട്ടേറെ സവിശേഷതകളാണ് ഈ ആർച്ച് ബ്രിഡ്ജിന് ഉള്ളത്. ഉദ്ഘാടനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർച്ച് ബ്രിഡ്ജ് സന്ദർശിച്ച് വിലയിരുത്തി. രാജ്യത്തെ ആദ്യ കേബിൾ പാലമായ അൻജി ബ്രിഡ്ജും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശിവാലിക്, പിർപ്പഞ്ചൽ മലനിരകളിലൂടെ നിർമ്മിച്ച ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ പാതയിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ. ये जम्मू कश्मीर के
नए सामर्थ्य की पहचान है। भारत के नए सामर्थ्य का जयघोष है। രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ട്രെയിൻ സർവീസ് സാധ്യമാകും. കശ്മീർ താഴ്വരയെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. 24 ഡൽഹി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തിൽ US മധ്യസ്ഥത വേണ്ടെന്നറിയിച്ചതായി ഡോക്ടർ തരൂർ വ്യക്തമാക്കി. കോൺഗ്രസിലെ വിവാദങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ JD വാൻസ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചതായി തരൂർ വ്യക്തമാക്കി. ഇന്ത്യ പാക് സംഘർഷത്തിന് പരിഹാരം കാണാൻ അമേരിക്കയുടെ മധ്യസ്ഥത വേണ്ടെന്നറിയിച്ചതായി ഡോക്ടർ ശശി തരൂർ. Let me say the meeting with Vice President Vance was outstanding. It was very, very good, very clear. I think we made our position amply clear on this question of mediation, and Vice President Vance fully understood our points. The main point is mediation implies an equivalence between two parties. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായെന്നും ഡോക്ടർ ശശി തരൂർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ വക്താവായെന്ന വിമർശനത്തിലടക്കം ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും തരൂർ. ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സമയമുണ്ടെന്നും വിദേശ രാജ്യങ്ങൾ അതിനുള്ള വേദിയല്ലെന്നും ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കി. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. മൃതദേഹം രാത്രിയോടെ തൃശ്ശൂരിലെത്തിക്കും. കൈക്കു പരിക്കേറ്റ ഷൈനും നടുവിന് പരിക്കേറ്റ അമ്മയും ആംബുലൻസിൽ തൃശ്ശൂരിലേക്ക് തിരിച്ചു. കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കാർ ഇടിച്ച് രാവിലെയായിരുന്നു അപകടം. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയും കേസെടുത്തു. ബംഗളൂരുവിലേക്കുള്ള യാത്രയിലായിരുന്നു ഷൈൻ ടോമും കുടുംബവും. തമിഴ്നാട് ദേശീയപാതയിൽ ധർമ്മപുരി പിന്നിട്ട് പാലാക്കോട് രാവിലെ 6:30. മുന്നിൽ പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ലോറിക്ക് പിന്നിലേക്ക് കുടുംബം സഞ്ചരിച്ച കാർ ഇടിച്ചു കയറി. നടുവിലെ സീറ്റിലിരുന്ന പിതാവ് ചാക്കോയുടെ തല മുൻ സീറ്റിലിടിച്ചു. സംഭവസ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന മാതാവിന് ഇടുപ്പിൽ പരിക്കേറ്റു. പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്ന ഷൈനിന്റെ തോളലിനും കൈക്കും പരിക്കുണ്ട്. ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന സഹോദരനും സുരക്ഷിതർ. லாரி முன்னாடி போயிட்டு இருந்துச்சு, பின்னாடி இது காரு போயிட்டு இருந்துச்சு. அப்போ வந்து இவர் பின்னாடியே போயிட்டு இருந்தார். டயரு பெஸ்ட் ஆயிடுச்சு, வெயிட் ஆயிடுச்சு. அதில் வந்து ஸ்லிப் ஆகிட்டு லாரி பேக் சைடு லெஃப்டில் டச், வண்டிக்கு காருக்கு டச் ஆகிட்டு அப்புறம் அந்த சைடில் கட்டை இருக்குதுங்க இல்லைங்களா, அந்த கட்டைக்கு இடிச்சிருச்சு. പരിക്കേറ്റവരെ തൊട്ടുപുറകെ വന്ന കേരള രജിസ്ട്രേഷൻ കാറിൽ ധർമ്മപുരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പിതാവ് ചാക്കോയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഷൈനിനും മാതാവിനും തൃശൂരിലെ ആശുപത്രിയിൽ തുടർ ചികിത്സ നൽകും. വിദേശത്തുള്ള മക്കൾ മടങ്ങി വരുന്നതുവരെ ചാക്കോയുടെ മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. 24 ധർമ്മപുരി. ഇന്ത്യ കാനഡ നയതന്ത്ര പോരിന് അയവ്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരസ്പര ബഹുമാനത്തോടെയും പുത്തൻ വീര്യത്തോടെയും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ G7 ഉച്ചകോടിയിൽ കാനഡ ഇന്ത്യയെ ക്ഷണിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർലിങ്ക് മുന്നോട്ടു പോകുന്നത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിന്യസിച്ചിട്ടുള്ള 7556 ചെറു ഉപഗ്രഹങ്ങൾ വഴിയാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. അധികം വൈകാതെ ഇത് 12,000 ചെറു ഉപഗ്രഹങ്ങളായി വർദ്ധിപ്പിക്കും. സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ആവശ്യമായ കേബിളുകളോ ടവറുകളോ സ്റ്റാർലിങ്കിന് ആവശ്യമില്ല. പകരം ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ സാറ്റലൈറ്റ് ഡിഷ് അഥവാ സ്റ്റാർലിങ്ക് ടെർമിനലും റൗട്ടറും ലഭിക്കും. ഈ ഡിഷ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുകയും റൗട്ടർ വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു.
കേബിൾ ശൃംഖലകൾ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ പ്രദേശങ്ങളിലും സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് ലഭ്യമാക്കാനാകും. 220 Mbps വരെ വേഗത സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സാധാരണ ഇന്റർനെറ്റ് ശൃംഖലകൾ തകരുമ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം നിർണായകമാകും. എന്നാൽ സ്റ്റാർലിങ്ക് സേവനങ്ങളുടെ പ്രാരംഭ ചെലവ് കൂടുതലായിരിക്കും. ഡിഷിനും റൌട്ടറിനും ഏകദേശം 25,000 മുതൽ 35,000 രൂപ വരെ വില വരും. പ്രതിമാസ പ്ലാനുകൾക്കും നിലവിലെ ബ്രോഡ്ബാൻഡ് സേവനങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിലയിൽ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ യഥാർത്ഥ വിജയം. വൺവെബ്, റിലയൻസ് ജിയോ തുടങ്ങിയ കമ്പനികൾക്ക് ശേഷം ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകാൻ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. റിസർച്ച് ഡെസ്ക് 24. വായ്പ എടുത്തവർക്ക് ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ സുപ്രധാന തീരുമാനം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഇതോടെ ഭവന വാഹന വായ്പകളുടെ ഉൾപ്പെടെ പലിശ ഭാരം കുറയും. തുടർച്ചയായി 3-ാം തവണയും ധനനയ സമിതി യോഗം പലിശ കുറയ്ക്കുന്നു. ഇത്തവണ 0.5% കൂടി കുറച്ചതോടെ റിപ്പോ നിരക്ക് 5.50% കുറഞ്ഞു. The reduction recommended by the MPC is for 50 basis points to 5.5%. This is with immediate effect. Consequently, the standing deposit facility rate, which is the STF rate, shall stand adjusted to 5.25%. കഴിഞ്ഞ 2 തവണയും 0.5% വീതമാണ് കുറച്ചത്. ഇതോടെ ബാങ്കുകൾ നൽകുന്ന വായ്പയുടെ പലിശയും ആനുപാതികമായി കുറയും. പൊതുവിൽ ഭവന വായ്പ 7% താഴെ എത്തിയേക്കും. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നതാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്കിനെ നയിച്ചത്. ഉപഭോക്തൃ വിലക്കയറ്റം 3.16%. ഗ്രാമമേഖലകളിൽ അതിലും കുറവ്. വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ RBI തീരുമാനം വഴിവെക്കും. GDP 6 വർഷത്തെ കുറഞ്ഞ നിരക്കിലാണ്. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ഉണർവ് നൽകേണ്ടതും പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് നയിച്ചു. അധിക പണം റിസർവ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന SDF പലിശ നിരക്ക് 5.25% കുറച്ചിട്ടുമുണ്ട്. SDFിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കുറയുന്നതോടെ ബാങ്കുകൾ കൂടുതൽ വായ്പകളും നൽകാൻ സന്നദ്ധരാകും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപികയുടെ വ്യാജ പ്രചാരണത്തിൽ +1 വിദ്യാർത്ഥിനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന സംഭവത്തിൽ നടപടിയുമായി പോലീസ്. സ്കൂളിലെ ഹിന്ദി അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരിശോധന നടത്തി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിചിത്ര സംഭവമാണ് ഇന്നലെ കിളിമാനൂരിൽ നിന്നും 24 റിപ്പോർട്ട് ചെയ്തത്. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് വ്യാജ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. അതിൽ മനസ്സുമടുത്ത് വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കുന്നു. വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ടിടപെട്ടു. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കണ്ടെത്തിയത് അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ. പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഗുരുതര വീഴ്ചകളിൽ ഏറ്റവും പ്രധാനം ഈ കുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വ്യാജ വാർത്തയുള്ള ഒരു യൂട്യൂബ് ലിങ്ക് അത് സ്കൂളിലെ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്നുള്ളതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അധ്യാപികയെ പ്രതി ചേർത്ത് പോലീസ് പോക്സോ കേസെടുത്തു. കിളിമാനൂർ പോലീസ് എടുത്ത പോക്സോ കേസിൽ SC/ST അട്രോസിറ്റി വകുപ്പും ചേർത്തിട്ടുണ്ട്. വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന അടക്കം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി. പോലീസ് അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് കേസെടുത്തതിന് പുറമെ മറ്റു ചില നീക്കങ്ങൾ കൂടി ഇന്ന് നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് നിയോഗിച്ച ഉദ്യോഗസ്ഥ ഇന്ന് സ്കൂളിലെത്തി അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഒരു കുട്ടിയെ വ്യാജ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിച്ച് മാനസികമായി തകർത്ത് അതിൻ്റെ പഠനം മുടക്കിയ അധ്യാപികയെ അറസ്റ്റ് ചെയ്യുമോ?
തുടർ നടപടി എന്തായിരിക്കും? അതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ സംഘം അറസ്റ്റിൽ. നടത്തിപ്പുകാരും ഇടപാടുകാരും ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്. മലാപ്പറമ്പ് ഈയാപ്പാടി റോഡിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തുകയായിരുന്നു. DCPക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയത്. നടത്തിപ്പുകാരായ പുൽപ്പള്ളി സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻതിരുത്തി സ്വദേശി ഉപേഷ്, ഇടപാടിനെത്തിയ ചേലേമ്പ്ര സ്വദേശി ഷക്കീർ, തൃക്കലങ്ങോട് സ്വദേശി നഹാസ് ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്. 2 വർഷം മുമ്പാണ് അപ്പാർട്ട്മെന്റ് ബാലുശ്ശേരി സ്വദേശിക്ക് വാടകയ്ക്ക് നൽകിയത്. ഇത് ഇടുക്കി സ്വദേശിയായ യുവതിക്ക് കൈമാറി. ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങേരുടെ വാട്സപ്പിലുള്ള ലോഗോ എല്ലാം ഫുട്ബോൾ ടീമിൻ്റെതാണ്. അപ്പോൾ അങ്ങേർക്കാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങേര് തന്നെയാണ് താമസിക്കുന്നത്, അങ്ങേര് തന്നെയാണ് ബാക്കി എല്ലാ റൂമും ഞങ്ങൾ നടത്തിക്കോളാമെന്ന് പറഞ്ഞത്. സംശയത്തിൻ്റെ പ്രശ്നം വന്നില്ലായിരുന്നു. ഞങ്ങൾ ഈ അടുത്ത് ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിരുന്നു. ആ വന്ന അവസരത്തിൽ പിന്നെ അവിടുന്ന് ആളുകളൊന്നാൾ പോയി കളിട്ടോ എന്തോ ഒരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്നു. ഇവിടെ നോക്കുമ്പോൾ ഞാനും കൂടെ കടക്കലിനില്ല. ആപ്പ് വഴി പരസ്യം നൽകിയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ ഇവിടെ എത്തിച്ചിരുന്നു. ആശുപത്രിക്ക് സമീപത്തെ വീടായതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ചെന്നീർക്കര പ്രക്കാനത്ത് മാലിന്യം തള്ളാൻ ശ്രമം. പമ്പാ നദിയിൽ നിന്ന് ശേഖരിച്ച ശബരിമല തീർത്ഥാടകരുടെ വസ്ത്രങ്ങളാണ് ഉപേക്ഷിക്കാൻ ശ്രമിച്ചത്. മാലിന്യം തള്ളിയ ലോറി ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇതൊരു കരാർ കമ്പനിയെ ഏൽപ്പിച്ച ജോലിയാണല്ലോ, അവരാണ് ഇത് ജനവാസ കേന്ദ്രത്തിൽ തള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അതായത് വിജയകുമാർ, പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്തിൽ പ്രക്കാനത്താണ് ഇത്തരത്തിൽ പമ്പാ നദിയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ളൊരു ശ്രമം ഉണ്ടായത്. പൊതുവഴിയിലാണ് ഈ ഒരു ലോറിയിൽ വന്ന ആളുകൾ ഈ വസ്ത്രങ്ങൾ ഇറക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. കുറച്ചധികം വസ്ത്രങ്ങൾ അവർ റോഡ് സൈഡിലുള്ള കലിങ്കിനടുത്ത് ഇറക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നാട്ടുകാർക്ക് ഇതിൽ സംശയം തോന്നി. നാട്ടുകാർ ഇടപെടുകയും ഇത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഇത് കയറ്റി കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ തൊഴിലാളികൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നുള്ള രീതിയിലുള്ള മറുപടികളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും നാട്ടുകാർ ഇത് തിരിച്ചു കയറ്റാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഒരു പൊതുവഴിയാണ്. ഏതു തരത്തിലാണെങ്കിലും ഈ ഇവിടെ ഈ ശേഖരിച്ചു വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി ഒരു വാഹനത്തിൽ വന്നൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ശേഖരിച്ച മാലിന്യം എന്ന തരത്തിൽപ്പെടുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. തിരിച്ച് അവിടെ ഇറക്കിയ ഈ വസ്ത്രങ്ങളെല്ലാം തന്നെ തിരിച്ച് അതേ ലോറിയിൽ കയറ്റണമെന്നൊരു ആവശ്യമാണ് എന്തായാലും നാട്ടുകാർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ടോ ജയശങ്കർ? അതോ നാട്ടുകാർ മാത്രമേ, ജനപ്രതിനിധികളൊക്കെ മാത്രമേ ഇപ്പോഴും അവിടെ ഉള്ളൂ? അതായത് വിജയകുമാർ, ഇതുവരെ പ്രദേശത്ത് പോലീസ് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഇത്തരത്തിൽ അസ്വാഭാവികമായി കണ്ടതുകൊണ്ടാണ് ഇടപെട്ടത്. കാരണം രാത്രി സമയത്ത് ഒരു ലോറിയിൽ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ഇരുട്ടിന്റെ മറവിൽ അല്പം കാടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരം മുണ്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശത്ത് ശേഖരിച്ചു വെച്ച് മാറ്റാനാണെങ്കിൽ തന്നെ ഇങ്ങനെ പാതിരാത്രി ഒരു പൊതുയിടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നത് അത് നിയമവിരുദ്ധവുമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കരാർ കമ്പനിയോ മറ്റോ ആണെങ്കിൽ തന്നെ അവർക്ക് ഇതിന്റെ പ്രത്യേക ഒരു പ്ലാന്റോ ഇല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ തന്നെ വേണം. എന്തായാലും ഈ തൊഴിലാളികൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നൊക്കെയാണ്. എന്തായാലും ഈ കാര്യത്തിലും സ്ഥിരീകരണമില്ല. പക്ഷെ ഇവർ എന്തായാലും ഇവിടെ ഇത് കുറച്ചധികം നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഒരു കറുത്ത തുണിക്കെട്ടുകളാണ് മൊത്തം അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് ഭാര്യ തുണിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് വാഷ് ചെയ്ത് തമിഴ്നാട് കയറ്റി അയക്കാറുള്ളതാണ്. നാളെ തന്നെ മാറ്റും, മറ്റേ ഞായറാഴ്ച മാറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഞാൻ അത്ര കാര്യമായി എടുത്തെങ്കിലും ഞാൻ ആദ്യം വന്ന് കണ്ടു പോയി. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭീമാകാരമായ ടൂറിസ്റ്റ് വണ്ടിക്കകത്താണ്. ഒരു 10-20 ടൺ സാധനമുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുപോകണം ചിലർക്ക് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഈ അസുഖം പിടിച്ചതിൻ്റെയും ഒരു പക്ഷേ അസുഖത്തിനും എല്ലാം കാരണമാകുന്നതുകൊണ്ട് ഒരു കാരണവശാലും പറ്റത്തില്ല, എൻ്റെ വാർഡിൽ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞവരിപ്പോൾ തിരിച്ചു വാരുകയാണിത്. മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ തടഞ്ഞു. അത് വീണ്ടും ആ ലോറിയിൽ കയറ്റി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാനുള്ള നീക്കം ആ കരാർ കമ്പനിയുടെ പ്രതികൾ എന്നാണ് അവകാശപ്പെടുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ട്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5000 കടന്നു. കേരളത്തിലും ഗുജറാത്തിലും ഒരു ദിവസം കൊണ്ട് കൂടുതൽ കേസുകൾ ഉണ്ടായി.
1679 പേരാണ് കോവിഡ് ബാധിച്ച് കേരളത്തിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 2 പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് ഇതുവരെ 5364 ആക്റ്റീവ് കേസുകളാണുള്ളത്. 24 മണിക്കൂറിൽ രാജ്യത്താകെ 498 കേസുകളുടെ വർധനവുണ്ടായി. കേരളത്തിൽ ഇതുവരെ 1679 ആക്റ്റീവ് കേസുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 192 കേസുകളുടെ വർധനയും സംസ്ഥാനത്ത് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ രാജ്യത്തുണ്ടായ 4 കോവിഡ് മരണങ്ങളിൽ 2 എണ്ണം കേരളത്തിലാണ്. 74 വയസ്സുള്ള വയോധികയും 79 വയസ്സുള്ള വയോധികനുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കർണാടകയിലും പഞ്ചാബിലും ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തു. കേരളം കഴിഞ്ഞാൽ കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളത് പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഡൽഹിയിലുമാണ്. ഈ 4 സംസ്ഥാനങ്ങളിലും 500-ന് മുകളിലാണ് ആക്റ്റീവ് കേസുകൾ. ഇതുവരെ 4724 പേർ കോവിഡ് മുക്തരായി. ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ആകെ മരണം 55ആയി ഉയർന്നു. രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.